ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 10th സ്റ്റാൻഡേർഡിലെ ലൈറ്റ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതേപോലെ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ഡയഗ്രവും പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡും ആണ് നമ്മൾ പഠിച്ചത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്ലെയിൻ മിററാണ്. സ്പെറിക്കൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്ഫിയർ അല്ല, പക്ഷേ ഈ മിറേഴ്സ് എന്താണ്, ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഒരു സ്ഫിയറിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗറാണ് സ്ഫിയർ എന്ന് പറയുമ്പോൾ, അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഭാഗം, അതാണ് നമ്മുടെ സ്പെറിക്കൽ മിറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ 2 തരത്തിലുള്ള സ്പെറിക്കൽ മിറർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, നമ്മൾ കോൺവെക്സ് മിററിനെ ഇങ്ങനെയാണ് വരക്കുന്നത്. കോൺകേവ് മിറർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരക്കുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കോൺകേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് ഇങ്ങ് ഉള്ളിലേക്കാണ് അല്ലേ, കേവ് പോലെ ഉണ്ടല്ലോ ഇതിനെ കാണാൻ, ഗുഹയിലേക്ക് കയറി പോകുന്ന പോലെ അല്ലേ. അതായത് ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇങ്ങനെ കേർവ്ഡ് ഇൻവേർഡ്സ്, അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നു. റിഫ്ലക്റ്റിംഗ് സർഫസ് ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്കിരിക്കുവാണെങ്കിൽ നമ്മളതിനെ കോൺവെക്സ് മിറർ എന്ന് പറയുന്നു. ബൾജ്ഡ് ഔട്ട്വേർഡ്സ് ആണെങ്കിൽ കോൺവെക്സ് മിറർ എന്ന് പറയുന്നു. റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പെറിക്കൽ മിറേഴ്സിൻ്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷനാണ് നമ്മൾ 10th ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായി മിററിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ്, അതായത് മിററിനെ ഡിഫൈൻ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബുക്കുണ്ട്, സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് പറയാം അത് സയൻസ് ടെക്സ്റ്റ് ബുക്കാണെന്ന് പറയാം. അതിന് മുമ്പ് അതിനെ ഫിസിക്കലി പറയണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, തിക്നെസ് ഉണ്ട് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ പറയാം. അതുപോലെ ഒരു മിററിന് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺകേവ് മിററിൻ്റെയാണ് കുറേ കേസസ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കോൺകേവ് മിററിനെ ചൂസ് ചെയ്തിട്ട് പറയുകയാണേ. കോൺകേവ് മിറർ ഞാൻ പറഞ്ഞു, ഇതൊരു സ്ഫിയറിന് കട്ട് ചെയ്തെടുത്തതായിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ട്, ഇമാജിനറി സ്ഫിയർ നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ വരക്കുമ്പോൾ നമുക്കിതിങ്ങനെ തോന്നുമെങ്കിലും ശരിക്കും ഇതെങ്ങനെയാണ് ഉള്ളത്, നമ്മൾ റോഡിൻ്റെ വളവിലൊക്കെ കോൺവെക്സ് മിറേഴ്സ് വെച്ചിട്ട് കണ്ടിട്ടില്ലേ, റോഡിൻ്റെ വളവിലൊക്കെ വണ്ടി വരുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിങ്ങനെ സർക്കുലറാണുള്ളത് അല്ലേ, അതിനെ നമ്മൾ തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള മിറേഴ്സ് ആണെങ്കിൽ അത് തൊട്ടു നോക്കിക്കഴിയുമ്പോഴാണ് നമുക്കിവിടെ ഒരു കുഴിവുണ്ട് എന്ന് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയുള്ള മിററിൻ്റെ സൈഡ് വ്യൂ ആണ് ആക്ച്വലി ഇത് കേട്ടോ. ഇത് സൈഡ് വ്യൂ ആണ്. ഇങ്ങനെ ഒരു വര പോലെയല്ല മിറർ ഇരിക്കുന്നത്, ഇങ്ങനെ പരന്നിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇങ്ങനെ കുഴിഞ്ഞിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി ഇതൊരു സ്ഫിയറിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞു. ആ സ്ഫിയറിന് എന്തുണ്ടാവും, ഒരു സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ എന്ന് പറയുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെ നമുക്ക് പോൾ ഓഫ് ദ മിറർ എന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെൻറ്റർ ഓഫ് കർവേച്ചറും പോൾ ഓഫ് ദ മിററും ജോയിൻ ചെയ്യുവാണേ. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. അതെന്തായിരിക്കും ശരിക്ക്, ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, പോൾ ഓഫ് ദ മിറർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെയാണെങ്കിലും നമുക്ക് എന്ത് വരും, ഇവിടെയും ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, സെൻറ്റർ ഓഫ് കർവേച്ചർ, പോൾ, റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ വരക്കുമ്പോൾ തന്നെ ചില വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും അല്ലേ. ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ മിററിൻ്റെ പുറത്താണ് വരുന്നത്, അതായത് ഇങ്ങ് മുമ്പിലുള്ള ഏതോ ഒരു സ്പേസിൽ അല്ലേ. ഇപ്പോൾ ഇവിടെ മിറർ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ വന്നത്. പക്ഷേ ഇവിടെയാണെങ്കിലോ, നോക്കി, ഇതല്ലേ കണ്ണാടിയുടെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ കണ്ണാടിക്കകത്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ വന്നിട്ടുള്ളത്, കണ്ണാടിക്ക് ഉള്ളിൽ, പുറത്തല്ല. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി
നമ്മൾ ഇപ്പം ഒരു ഗ്ലാസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ശരിക്കും മിറർ ഉണ്ടാക്കാൻ പറ്റുന്നത്? നമുക്കൊരു ഗ്ലാസ് സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് സിൽവർ കോട്ടിങ് കൊടുത്ത് പെയിൻ്റ് അടിക്കുമ്പോഴാണ് അവിടെ ഒരു സൈഡ് നോൺ റിഫ്ലക്റ്റിങ്ങും ഓപ്പോസിറ്റ് സൈഡ് റിഫ്ലക്റ്റിങ്ങുമായി മാറുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് സ്ഫെറിക്കൽ ഗ്ലാസ് സ്ഫിയറിനെ കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഈ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരെണ്ണം നോൺ റിഫ്ലക്റ്റിങ്ങും മറ്റൊരെണ്ണം റിഫ്ലക്റ്റിംഗ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് മിറേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഓർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഫോക്കസ്. ഫോക്കൽ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ സ്മോൾ ലെറ്റർ എഫ്, ഫോക്കൽ ലെങ്ത് എഫ്. ഓക്കെ, അതിനായി നമുക്കൊരു കാര്യം ചെയ്യും. അതായത് ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്പെറിക്കൽ മിറർ സംഘടിപ്പിക്കുക ടീച്ചറുടെ സഹായത്തോടെ. എന്നിട്ട് എന്ത് ചെയ്യുക, മിറർ ഒരു മിറർ സ്റ്റാൻഡിലാണ് നമ്മൾ മൗണ്ട് ചെയ്യുക അല്ലേ. മിറർ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, മിററിൻ്റെ തൊട്ട് മുമ്പിലൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ മിററിനെ നമ്മൾ എന്നിട്ട് മുമ്പോട്ടും ബാക്കോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു ഇമേജ് കിട്ടും, ക്ലിയറായ ഒരു ഇമേജ് കിട്ടും. ഓക്കെ, ആ ഇമേജ് കിട്ടുന്ന സ്ഥലമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇമേജ് കിട്ടുന്ന സ്ഥലമാണ് ഫോക്കസ്. ഇത് റിയാലിറ്റി. ഇത് കുറച്ചുകൂടി ഞാനൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു മിറർ വരച്ചു. എപ്പോഴും മിറർ വരയ്ക്കുമ്പോൾ അതിൻ്റെ പോള് മാർക്ക് ചെയ്തു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, ഇതങ്ങ് ജോയിൻ ചെയ്തു. ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും. ഇനി ഈ ഒരു ലൈനിനെ ഇത് റേഡിയസ് ഓഫ് കർവേച്ചറാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോക്കൽ പോയിൻറ്റും കൂടി മാർക്ക് ചെയ്യും. അതിനുശേഷം ദ ലൈൻ പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ഫോക്കൽ പോയിൻ്റ് പോൾ, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ്, ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നും പറയും കേട്ടോ, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ലൈറ്റ് റേസ് കൺസിഡർ ചെയ്യുകയാണ്. വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് വരുന്ന ലൈറ്റ് റേസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമ്മുടെ ഒബ്ജക്റ്റ് വളരെ ദൂരെയാണുള്ളത്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസ്. അപ്പോൾ ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ മാത്തമാറ്റിക്കലി നമ്മളിപ്പം 1/0 = ഇൻഫിനിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊരു റോട്ട് ലേണിംഗ് ആണ്. അതെന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല അല്ലേ. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം ഫോക്കൽ ലെങ്ത്ത് ഒരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുക, റിയൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റുകൾ കൺസിഡർ ചെയ്യല്ലോ. നമ്മൾ ഒബ്ജക്റ്റ് ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ ഈ സെൻറ്റിമീറ്ററും ഈ മീറ്ററും ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇത് വലിയൊരു ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഡിസ്റ്റൻസ് എന്ന് മാത്രമേ എന്തിനർത്ഥമുള്ളൂ, ആക്ച്വലി ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അർത്ഥമുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അതിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റ്. ഇനി ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ വളരെ ദൂരം ആണല്ലോ. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ വളരെ ദൂരം. അപ്പോൾ വളരെ ദൂരത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസ് എപ്പോഴും പാരലൽ ആയിരിക്കും. വളരെ ദൂരത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസ് എപ്പോഴും പാരലൽ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്ത് തരത്തിലാണ് ലൈറ്റ് റേസ് വരാൻ പറ്റുന്നത് എന്നല്ലേ. പിന്നെ ഏതൊക്കെ തരത്തിൽ ലൈറ്റ് റേസിന് വരാൻ പറ്റും അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പാരലൽ അല്ലാതെ എങ്ങനെയൊക്കെ ലൈറ്റ് റേസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്യുക. അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലലാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഏതാണെന്ന് അറിയില്ല, നമുക്ക് ദൂരെയുള്ള സണ്ണിനെ തന്നെ വേണമെങ്കിൽ എടുക്കാം. സണ്ണാണെന്ന് വിചാരിക്കുക. സണ്ണിന്ന് ഒരുപാട് ലൈറ്റ് റേസ് വരുന്നുണ്ട്. അപ്പോൾ സണ്ണിന്ന് വരുന്ന ലൈറ്റ് റേസ് നമുക്ക് പാരലലായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളെപ്പോഴും അറ്റ്ലീസ്റ്റ് 2 ലൈറ്റ് റേ ഉപയോഗിക്കണം അല്ലേ. ഇമേജ് ഫോർമേഷന് വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 2 ലൈറ്റ് റേ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇമേജ് എവിടെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാനായി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2 പാരലൽ ലൈറ്റ് റേ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ പാരലൽ ലൈറ്റ് റേസ് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ തട്ടി ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ. റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് തിരിച്ചു പോകും. ഈ ലൈറ്റ് റേ ഇങ്ങനെ തിരിച്ചു പോയി. രണ്ടാമത്തെ ലൈറ്റ് റേ ഇങ്ങനെയും തിരിച്ചു പോയി. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനൊരു ലൈറ്റ് റേ വരച്ചു എന്ന് വിചാരിക്കും. കുറച്ച് താഴെ
വേറെ ഒരു പാരലൽ ലൈറ്റ് റേ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതും ഇതേപോലെ തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്തത്? പാരലൽ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലേ? എവിടെയുള്ള മിററിൻ്റെ ഏത് ഭാഗത്തുള്ള പാരലൽ ലൈറ്റ് റേനെ നമ്മൾ കൺസിഡർ ചെയ്താലും റിഫ്ലക്ഷന് ശേഷം അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റി അല്ലേ? ഈ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ മിറർ എന്ന് പറയുന്നത്. പാരലൽ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ മീറ്റ് അറ്റ് എ പോയിന്റ് കോൾഡ് ഫോക്കസ്. അതാണ് ഫോക്കസ് ഓഫ് ദ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെയൊക്കെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഓരോ കേസിലും എന്തുകൂടി ഒബേ ആവുന്നുണ്ട്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു അതായത് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് അതൊന്ന് കാണിച്ചു തരാം. കോൺകേവ് മിറർ വരക്കുന്നു, വരച്ച ഉടനെ പോള് മാർക്ക് ചെയ്യുന്നു, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഫും കൂടി മാർക്ക് ചെയ്യാം. നമുക്കിപ്പോൾ എഫ് എവിടെയാണെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ എഫ് കൂടി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ ടെക്സ്റ്റിൽ നമുക്ക് ഡെറിവേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഇക്വേഷൻസ് ഡയറക്റ്റ് അങ്ങ് പഠിക്കുവാണ് 10th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ നിങ്ങളത് എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ട, ഇക്വേഷൻ പഠിക്കുക. അതായത് R ഈസ് ഈക്വൽ ടു 2F എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണത്. R ഈസ് ഈക്വൽ ടു 2F. ഇത് ഉപയോഗിച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. R റേഡിയസ് ഓഫ് കർവേച്ചർ, എഫ് ഫോക്കൽ ലെങ്ത്. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതാണ് സ്മോൾ ലെറ്റർ എഫ് കേട്ടോ. ഈ PF എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അതാണ് സ്മോൾ ലെറ്റർ എഫ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ R ഈസ് ഈക്വൽ ടു 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എഫിൻ്റെ ഡബിളാണ് R എന്നല്ലേ അർത്ഥം? എഫിൻ്റെ ഡബിളാണ് R. അപ്പോൾ എപ്പോഴും നിങ്ങളിനി റേ ഡയഗ്രാം വരയ്ക്കുമ്പം ഈ റേഡിയസ് ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്താലുണ്ടല്ലോ, അതിൻ്റെ ജസ്റ്റ് സെൻറ്ററിൽ തന്നെ എഫ് എപ്പോഴും മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ഡയഗ്രാംസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എഫ് ആറിൻ്റെയും പിയുടെയും ജസ്റ്റ് സെൻറ്ററിൽ തന്നെ മാർക്ക് ചെയ്യാം. ഇനി ഞാൻ ഏതെങ്കിലും ഒരു ലൈറ്റ് റേ എടുത്തിട്ട് നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്നത് കാണിച്ചു തരാൻ പോവാം. ഇത് ഇൻസിഡൻറ്റ് റേ. ഓക്കെ, ഇനി ഇൻസിഡൻറ്റ് റേ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ എന്ത് വരക്കണം? ഇനി നോർമൽ വരക്കണം. എവിടെയാണ് നമ്മുടെ നോർമൽ ഉള്ളത്? എങ്ങനെയായിരിക്കും നമ്മുടെ നോർമൽ? ഇത് ഒരു സ്പെറിക്കൽ സർഫസ് ആണല്ലോ. സ്പെറിക്കൽ സർഫസിൻ്റെ നോർമൽ എങ്ങനെയാണ്? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരക്കുന്ന ഒരു ലൈൻ അല്ലേ, അതാണ് ടാൻജൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇത് റേഡിയസ് ആണെങ്കിൽ ഈ റേഡിയസും ടാൻജൻറ്റും എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് മാത്സിലുള്ള ഒരു തിയറാണ്. ഓക്കെ, റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമുക്ക് എന്താ വേണ്ടത്? പെർപെൻഡിക്കുലറാണ് ഇപ്പോൾ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അതായത് ഈ സർഫസിൻ്റെ ഒരു പോയിൻ്റ് എടുത്താൽ, ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണത്? റേഡിയസ് ആണ്. അതായത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് അവിടത്തേക്ക് റേഡിയസ് വരച്ചാൽ ആ റേഡിയസ് എന്താണ്? ആ പോയിന്റിൽ, ആ സർഫസിൽ 90 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ വരക്കണം. ഇവിടുത്തെ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്ക് അതിൻ്റെ റേഡിയസ് ആയിരിക്കണമല്ലോ ഈ പോയിന്റിൽ വരക്കുന്ന റേഡിയസ്. അപ്പോൾ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. റേഡിയസും ആ പോയിന്റും ജോയിൻ ചെയ്ത് വരക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ നോർമൽ. ഓക്കെ, ഇപ്പോൾ നോർമൽ ക്ലിയർ ആയല്ലോ. ഈ സർഫസിൻ്റെ ആ പോയിന്റിലുള്ള, പോയിന്റ് ഓഫ് ഇൻസിഡൻസിലുള്ള നോർമൽ ഇതാണ്. ഇനി ഈ ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തുണ്ടാവണം ശരിക്കും പറഞ്ഞാൽ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന രീതിയിൽ വേണം ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ. കണ്ടോ, ഇത് ഏകദേശം ഈക്വലായിട്ട് തന്നെ ഞാൻ വരച്ചിട്ടുള്ളത്. ഞാൻ മാർക്ക് ചെയ്ത ഫോക്കസ് കുറച്ച് ഇപ്പുറത്തേക്ക് വരണമായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരണമെന്ന് എനിക്കും തോന്നിയിരുന്നു. അപ്പോൾ കണ്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന രീതിയിലാണ് ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസിൽ എങ്ങനെ പറയാൻ നോക്കാം. ഓക്കെ, ഞാനൊരു കോൺവെക്സ് മിറർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെയാണല്ലോ ഉള്ളത് അല്ലേ, മിററിന് അകത്താണുള്ളത്. അപ്പോൾ ഞാനതൊന്ന് വരക്കുവാണ്.
ഓക്കെ, ഇതാണ് എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ആ ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഈ 6 എന്നല്ലേ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്, ഇത് സി ആയിരുന്നേ, ഇവിടെ കറക്റ്റായി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ സി ആണേ. ലെങ്ത്താണ് 6 കേട്ടോ. റേഡിയസ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ്. പോയിൻ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി ഇവിടെയും നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യണം, പാരലൽ ലൈറ്റ് റേസിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ പാരലൽ ലൈറ്റ് റേ കൺസിഡർ ചെയ്തു, പാരലൽ ലൈറ്റ് റേ. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് അല്ലേ, ഇതാണ് എൻ്റെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിന്റിൽ ഞാൻ എന്ത് വരക്കണം, നോർമൽ വരക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ റേഡിയസിലേക്ക് വരക്കുവാണ്. ഇതാണ് എൻ്റെ നോർമൽ. നിങ്ങൾ എക്സാമിന് വരക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ലേ, ഞാനിതിപ്പം ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. എക്സാമിന് എങ്ങനെ എളുപ്പത്തിൽ വരക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയേ, ഇതാണ് എൻ്റെ നോർമൽ, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആകുന്ന തരത്തിൽ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്ന ലൈറ്റ് റേ ഉണ്ടല്ലോ റിഫ്ലക്റ്റ് ചെയ്യും. നേരത്തെ ഇങ്ങനെ വന്ന ലൈറ്റ് റേ ഇങ്ങനെ താഴേക്കല്ലേ വന്നത്, ഇപ്പോൾ എങ്ങനെ പോകും നോക്കാം. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ വന്ന ലൈറ്റ് റേ കണ്ടോ, ഇങ്ങോട്ടേക്കല്ലേ പോവുള്ളൂ, ഇങ്ങോട്ടേക്ക് ഇതിന് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഇടയിൽ നോർമലൊന്നും വരുന്നില്ലല്ലോ. ഇൻസിഡൻറ്റ് റേയുടെയും നോർമൽ റേ റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിലാണ് നോർമൽ വരിക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന തരത്തിൽ ഞാനിവിടെ വരക്കണം. ഓക്കെ, കണ്ടോ ആംഗിൾ ഓഫ് ഇതാണ് എൻ്റെ റിഫ്ലക്റ്റഡ് റേ. മനസ്സിലായല്ലോ, ഇത് കുറച്ച് ആംഗിൾ വലുതായി പോയിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റഡ് റേനെ വരക്കുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈറ്റ് റേ ഇവിടെ എന്താ ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നില്ല അല്ലേ, ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാണ്. അപ്പോൾ ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ എല്ലാ കേസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ ബാക്ക്വേർഡ് ലൈറ്റ് റേയെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ബാക്കിൽ നിന്ന് എവിടുന്നോ ആണ് ലൈറ്റ് റേ വന്നത് എന്ന് നമുക്ക് തോന്നും. ഓക്കെ, നേരത്തെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റിൽ അത് വന്ന് മീറ്റ് ചെയ്തിരുന്നു അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റിലേക്ക് അത് വന്ന് മീറ്റ് ചെയ്തിരുന്നല്ലോ, ആ പോയിൻ്റാണ് ഫോക്കൽ പോയിന്റ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അത് മീറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബാക്ക്വേർഡ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ നിന്ന് വന്നതാണ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് തോന്നും. ആ പോയിൻ്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇതുപോലെ മിറർ വരച്ചു, നമ്മളൊരു ലൈൻ വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, ജസ്റ്റ് നടുക്ക് നമുക്ക് ഫോക്കൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം, ഒരു പാരലൽ ലൈറ്റ് റേ വരക്കുക, എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് റിഫ്ലക്റ്റഡ് വരക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് റിഫ്ലക്റ്റഡ് വരക്കുക. എന്നിട്ട് ഇതിനെ ബാക്കോട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് എഫ് ആണെന്ന് പറയുക, ഇത് റിഫ്ലക്റ്റഡ് റേ ആണെന്ന് പറയാം. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നോർമൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സിമ്പിളാണല്ലോ. ഇത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഫിനിറ്റിയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടുമെന്നാണ് പറഞ്ഞത്, ഇമേജ് ഫോക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ഫോക്കസിൽ കിട്ടും അല്ലേ. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോക്കസിൽ കിട്ടും. ഓക്കെ, അതായത് വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ്, സണ്ണിൻ്റെയൊക്കെ പോലെയുള്ള അത്രയും ദൂരെ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് എവിടെ കിട്ടും, ഫോക്കസിലാണ് കിട്ടുക. ഓക്കെ, ഇനി ഈ ഇമേജ് നമുക്ക് എവിടെയാണ് ശരിക്കും കിട്ടുന്നത്, കോൺകേവ് മിററാണെങ്കിൽ നമ്മളിപ്പോൾ പ്ലെയിൻ മിററിൽ നമ്മുടെ ഇമേജ് മിററിൻ്റെ ഉള്ളിലല്ലേ കാണുന്നത്, അതേപോലെ കോൺകേവ് മിററാണെങ്കിൽ മിററിനകത്ത് നമ്മൾ ഇമേജിനെ കാണുന്നില്ല, മിററിന് പുറത്താണ് ഇമേജ് ഉള്ളതല്ലേ. അപ്പോൾ ഈ ഇമേജ് എന്താ പറയുക, എയറിലാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ കിട്ടണ്ടെങ്കിൽ മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്ക്രീൻ പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ സ്ക്രീനിലാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇമേജസ്, ആക്ച്വൽ മീറ്റിംഗ് ഓഫ് ലൈറ്റ് റേസ് ഉള്ള ഇമേജസ്, ഇതിനെയാണ് നമ്മൾ റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. റിയൽ ഇമേജസ് എപ്പോഴും തലകീഴായതായിരിക്കും അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ
വേറെ വേറെ പൊസിഷനിൽ ഡയഗ്രാം വരയ്ക്കുമ്പം ഇൻവേർട്ടഡ് ആയത് എങ്ങനെയെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇൻവേർട്ടഡ് ആയിരിക്കും. ഇവിടെ പോയിൻറ്റ് സൈസ്ഡ് ആയതുകൊണ്ട് നമുക്കതിപ്പം മനസ്സിലാവുന്നില്ല. പോയിൻറ്റ് സൈസ്ഡ് അല്ലേ. ഇവിടെ ഇമേജിൻ്റെ വലിപ്പം എന്താണ്? പോയിൻറ്റ് സൈസ്ഡ് ആണ് കേട്ടോ. ഓരോ കേസിലും നമുക്കിതുപോലെ പഠിക്കാനുണ്ട്. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിലോ, മിററിൻ്റെ പുറത്തല്ല കിട്ടുന്നത്, മിററിനകത്ത് ഫോക്കൽ പോയിന്റിലാണ് കിട്ടുന്നത്. വളരെ ചെറിയ പോയിൻറ്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാനുണ്ട്. ഈ പാരാമീറ്റേഴ്സൊക്കെ ഡിഫൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാം. അതേപോലെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, കോൺകേവ് മിറർ നമ്മൾ സണ്ണിനെ ഫോക്കസ് ചെയ്ത് വെച്ചു. സണ്ണിനേക്ക് നോക്കി നമ്മൾ കോൺകേവ് മിറർ വെക്കുന്നു. എന്നിട്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മളൊരു പേപ്പറിലേക്ക് കുറേ സമയത്തേക്ക് ഫോക്കസ് ചെയ്യാണ്. അതായത് ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ആ സ്ക്രീൻ ഒരു പേപ്പറാണെന്ന് വിചാരിക്കും. ആ പേപ്പറിലേക്ക് കുറേ നേരത്തേക്ക് നമ്മളങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സൺറേസ്, അതായത് മിററിൻ്റെ സർഫസിൽ വീഴുന്ന എല്ലാ ലൈറ്റും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റിലാക്കി മാറുക ചെയ്യുന്നത് അല്ലേ. മിററിൽ മൊത്തമായി വീണ ലൈറ്റിനെ കംപ്ലീറ്റ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോക്കസിലേക്ക് വീഴ്ത്തുകയല്ലേ ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ കംപ്ലീറ്റ് ഹീറ്റും ഒരു പോയിന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവുകയും ആ പേപ്പർ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള സ്ഫെറിക്കൽ മിററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോ സ്പെഷ്യൽ കേസുകളിലും എങ്ങനെ റേ ഡയഗ്രാംസ് വരക്കാം, എങ്ങനെ അത് ഓർമ്മിച്ച് വെക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ക്ലാസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ ചാപ്റ്ററിൻ്റെ ആയാലും നോട്ട്സോ ക്ലാസ്സസോ ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.